അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ ഇപ്പോൾ ട്രെൻഡായി വന്നൊരു ലേറ്റസ്റ്റ് ന്യൂസാണ് ദളപതി മൂവിയെ പറ്റിയുള്ളത്. വളരെ ആകാംക്ഷയുള്ളതായിരിക്കും ഈ അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവരും നേരെ കേൾക്കുക, വീഡിയോയിലോട്ട് പോകാം. ദളപതി വിജയ് 70 നടക്കുന്നെന്ന് പറഞ്ഞ് ഇപ്പോൾ ട്രെൻഡായി പോകുന്നൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കിയപ്പോൾ 50%ഓളം ദളപതി 70 സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. 69ഓടെ നിർത്താതെ 70ാമത്തെ പടം ചെയ്തിട്ട് മൊത്തം സിനിമയിൽ നിന്ന് പോയാലോ എന്നുള്ള പ്ലാൻ ബി വിജയ്ക്ക് ഉണ്ടെന്നൊരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. പക്ഷേ പുതിയ പടം ചെയ്യാതെ ഗോട്ട് വേഴ്സസ് ഓജി ഓർ ലിയോ 2 ചെയ്യാനാണ് സാധ്യത എന്ന് പറഞ്ഞാണ് ന്യൂസ് ഇപ്പം ഉണ്ടാകുന്നത്. ഇതൊരു കൺഫേം ന്യൂസ് അല്ല, റൂമേഴ്സ് പോലും 50% പറയുന്നുള്ളൂ സത്യമാണെന്ന്. പക്ഷേ ഇത് സംഭവം നടന്നേ തീരുമെന്നാണ് ഫാൻസ് പറയുന്നത്. വിജയ് ഇതുവരെ സെക്കൻഡ് പാർട്ട് മൂവി ചെയ്തിട്ടില്ല, അവസാനമായി ചെയ്യുമ്പോൾ അത് കിടക്കും. പക്ഷേ ഗോട്ട് 2വിനേക്കാളും ലിയോ 2 ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതും ആഗ്രഹിക്കുന്നു ലിയോ 2 ചെയ്യാനാണ്. ലോകേഷിനോട് വിജയ് ജസ്റ്റ് ഓക്കെ പറഞ്ഞാൽ മതി, അപ്പം തന്നെ പ്രൊഡക്ഷൻ റെഡി, ലോകേഷിന് റെഡി. ദളപതി ഉണ്ടെങ്കിൽ അത് ലിയോ 2 തന്നെ ആകണം. 7 സ്ക്രീൻ സ്റ്റുഡിയോസ് കഴിഞ്ഞ വിജയ് ബർത്ത്ഡേക്ക് മാഷപ്പിൽ ദളപതി 70 ക്ലോക്കിൽ അങ്ങനെ കാണിച്ചത് ഒരു ഇൻഡ് കൊടുത്ത് പോയായിരുന്നു. അത് ജസ്റ്റ് ക്ലോക്ക് അങ്ങനെ വന്നു എന്നുള്ളതാണ് അന്ന് ന്യൂസ് ആയത്. പക്ഷേ ഇപ്പോൾ ആ ക്ലോക്ക് വൺ ട്രെൻഡാണ്. ഗോട്ട് വേഴ്സസ് ഓജി എടുക്കുകയാണെങ്കിൽ അതൊരു ഫുൾ സൈഫൈ പടമാകും, ക്ലോണിങ് അറ്റാക്ക് ബേസ് സ്റ്റോറി ആകും, നന്നായി എടുത്ത് നല്ല ഹെവി പടമാകും. പക്ഷേ വെങ്കട്ട് പോലുള്ള വിശ്വാസമില്ല. ലിയോ 2 എടുക്കുകയാണെങ്കിൽ മോന സീനായിരിക്കും. ലോകേഷ് ആയതുകൊണ്ട് മിനിമം ഗ്യാരണ്ടി ഉണ്ട്. മാക്സിമം എല്ലാവർക്കും ലിയോ എന്ന പടം ഇഷ്ടമാണ്, ആ ക്യാരക്ടർ അതിനേക്കാളും ഇഷ്ടമാണ്. നിങ്ങൾക്ക് ദളപതി 70 ചെയ്യുന്നതിൽ ലിയോ 2 വേണോ അതോ ഗോട്ട് 2 വേണോ എന്ന് കമൻറ്റ് ചെയ്യുക. ലിയോ 2നാണോ ഗോട്ട് 2നാണോ ഏതിനാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരിക എന്ന് നോക്കാം. 2026 വിജയ് പടം ചെയ്യുക ഇല്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് ഒരുപാട് ടൈം എടുത്തൊക്കെ ആയിരിക്കും ദളപതി 70 ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുക. ഇപ്പോഴും പറയുന്നത് കൺഫേം ന്യൂസ് അല്ല, ചെറിയൊരു ചാൻസ് ഉണ്ടെന്ന് പറയുന്ന റൂമറാണ്. എന്തായാലും ഇപ്പോൾ വിജയ് ഫുൾ ഫോക്കസ് ചെയ്യുന്നത് പ്രൊഡക്റ്റീവ്സിൽ തന്നെയാണ്. ഈ ദളപതി 69 തീർത്ത് പിന്നെ സിനിമയായിട്ട് താത്കാലികമായി ഒരു ബന്ധവും ഉണ്ടായില്ല. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. അതുപോലെ പിന്നെ എന്താ, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.